ഇപ്പം മെൻസ് ഹോസ്റ്റലിന് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ അവർ താമസിക്കുന്നില്ല എന്ന് പറയും. ഞാൻ പറയുന്നത് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ. കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റൽ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അവിടെ 100-ലധികം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന ഒരു ഹോസ്റ്റലാണ്. അവരുടെ ദൃശ്യങ്ങളെന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റർ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നു. തുരുമ്പിച്ച കമ്പി ഉൾപ്പെടെ നമുക്ക് പുറത്ത് കാണാം. ഞാൻ പറയുന്നത് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ. കാരണം ഇതാണ് സാഹചര്യം വന്നത്. ഇപ്പോൾ ഒരു കെട്ടിടം അവിടെ ഇടിഞ്ഞു വീണിട്ട് അതിനെ മറച്ചു വെക്കാനുള്ള ശ്രമം. ഇപ്പം മെൻസ് ഹോസ്റ്റലിന് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ അവർ താമസിക്കുന്നില്ല എന്ന് പറയും. അതായിരിക്കും കാരണം അവിടെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ചിലപ്പോൾ പേടിപ്പിച്ചെന്നിരിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നത്. അവിടെയുള്ള താമസിച്ചിരുന്ന ഈ പ്രശ്നം നടന്ന സമയത്ത് എല്ലാവരെയും ഒഴിപ്പിച്ച് അവർക്ക് ഡിസ്ചാർജ് കൊടുത്തിട്ട് അവിടെ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയവർ ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യും. ഭീതിപ്പെടുത്തി ഭരിക്കുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടന്ന സംഭവം. കാരണം ഒരാൾ മരിച്ചിട്ട് പോലും അവരോട് കരുണ കാണിക്കാതെ അവരുടെ മേൽ കുതിര കയറുക. ഒരു ഡോക്ടർ തിരുവനന്തപുരത്ത് ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നേരെ കുതിര കയറുന്ന സാഹചര്യം കേരളത്തിലുണ്ടെങ്കിൽ ഇത് ജനാധിപത്യം അല്ലാതായിരിക്കും. പെയിൻറ്റിൽ നിൽക്കുന്ന ഹോസ്റ്റൽ, അപ്പം ആ ഹോസ്റ്റലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും?